ചെമ്പുമുക്കിൽ പുതുതായി ആരംഭിക്കുന്ന ലയൺസ് ക്ലബ് കൊച്ചിൻ ബെറി വുഡ്സിന്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും ഒക്ടോബർ 4-ന് കട്ടപ്പന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുതിയ ക്ലബിന് രൂപം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ക്ലബുകളിലൊന്നായ ലയൺസ് ക്ലബിന്റെ ചെമ്പുമുക്കിലെ പുതിയ ക്ലബിന്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ഓരോരുത്തരെ. എൻ്റെ പേര് ജെബിന്, കട്ടപ്പന ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റാണ്. ഇത് ഫ്രാൻസിസ് മാത്യു, പുതുതായിട്ട് രൂപം കൊള്ളുന്ന ചെമ്പുമുക്ക് ലയൺസ് ക്ലബ്ബ്, കൊച്ചിൻ ബെറി വുഡ്സ് എന്ന് പറയുന്ന ചെമ്പുമുക്ക് ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റാണ്. അത് അജയ് കുമരൻ, പുതിയ ലയൺസ് ക്ലബിന്റെ സെക്രട്ടറി. ഇത് അശോക് അലക്സാണ്ടർ, പുതിയ ലയൺസ് ക്ലബിന്റെ ട്രഷററാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്? ഈ ചെമ്പുമുക്ക് ലയൺസ് ക്ലബ്ബ്, കൊച്ചിൻ ബെറി വുഡ്സ് പറയുന്ന ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് പ്രത്യേകതകളാണുള്ളത്. നമുക്കറിയാം, സാധാരണ എറണാകുളത്തുള്ള ക്ലബ്ബുകൾ ഹൈറേഞ്ചിൽ വന്ന് ഒരു ക്ലബിനെ സ്പോൺസർ ചെയ്യുന്നതാണ് നിലവിൽ എല്ലാവരും കണ്ടുവരുന്ന രീതി. പക്ഷെ അതിന് വിപരീതമായിട്ട് ഹൈറേഞ്ചിലെ ഒരു ക്ലബ്ബ് ആദ്യമായിട്ടാണ് എറണാകുളത്തുള്ള ഒരു ക്ലബിനെ സ്പോൺസർ ചെയ്യുന്നത്. ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇതുപോലെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലയൺസ് ക്ലബ്ബ് രൂപീകൃതമാകുന്നത്. ഇത് രണ്ടും കൊച്ചിൻ ബെറി വുഡ്സിനെ സംബന്ധിച്ചൊരു പ്രത്യേകത തന്നെയാണ്. ഇതിന്റെ ഈ ക്ലബിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് 6:30 കൊച്ചിൻ സബർബൻ ക്ലബിൽ വെച്ച് ഡിസ്ട്രിക്ട് 318സിയുടെ ഗവർണർ KB ഷൈൻകുമാർ നിർവഹിക്കുന്നു. പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ഫസ്റ്റ് VDG ജയേഷ് നിർവഹിക്കുന്നു. പുതിയ ഭാരവാഹികളുടെ ഇൻഡക്ഷൻ സെക്കൻഡ് VDG KP പീറ്റർ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ MCC ആയിട്ടുള്ള രാജൻ നമ്പൂതിരി, അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറാണ്, മുഖ്യ പ്രഭാഷണവും നടത്തുന്നു. ഡിസ്ട്രിക്റ്റിന്റെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായിട്ട് പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ജെബിൻ ജോസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലയൺസ് ക്ലബ്ബ് ഫോം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങളുടെ മെയിനായിട്ട് ചാരിറ്റി എന്നുള്ളൊരു നിലയിലാണ്. കാരണം ഞങ്ങളുടെ ബെറിവുഡ് അപ്പാർട്ട്മെന്റിൽ ഒരു നല്ല ശതമാനം വെളിയിലുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന ആണ്. അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല ഒരു രീതിയിൽ ഉള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പം അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു നല്ലൊരു മീഡിയ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറെ ചാരിറ്റി ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം പലരും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലയൺസ് ക്ലബ്ബ്. അപ്പം ഈ ജെബിൻ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി വഴിയാണ് ലയൺസ് ക്ലബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നു. അങ്ങനെ ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എറണാകുളത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അപ്പം ഞങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് ഞങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒന്ന് ഡെയ്സി പ്രോജക്റ്റ്, നല്ല ശ്രവണം, നല്ല ബോധ്യം, നല്ല ഭാവി. നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഒരു 34 മില്യൺ കുട്ടികൾ ഈ ശ്രവണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പലരുടെയും ഈ സ്കൂൾ ലെവലിലുള്ള ഇങ്ങനെയുള്ള ഹിയറിംഗ് ഇഷ്യൂസ് നോട്ടീസ് ചെയ്യാറില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അത് വീട്ടിൽ പറയാറില്ല. അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റോ ഒരു ഇനിഷ്യേറ്റീവ് ഫാമിലിയിൽ നിന്ന് പോലും ഒരുപക്ഷെ ഫാമിലിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന, ആദ്യം ഞങ്ങളുടെ ആ ഏരിയ ഒരു 10-12 സ്കൂൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്കൂൾ ലെവലിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു ഹിയറിംഗ് ടെസ്റ്റ്, അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. ആ ടെസ്റ്റിൽ അവർക്ക് കുട്ടികൾക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ് നടത്തി അതിന്റെ ഫർദർ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമാണോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനുള്ള മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുക. അതുകൂടാതെ സമൂഹത്തിൽ ഒത്തിരി പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ സഹായം കൊടുക്കുക. അതിനു വേണ്ടുന്നുള്ള ഫൈനാൻസ് ഞങ്ങൾ സ്വരൂപിച്ച് അവരെ, കുടുംബങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ എല്ലാം വളരെ ഡ്രീം പ്രോജക്റ്റ് ആണ്. അത് കുട്ടികളിലുള്ള ഈ ശ്രവണ സംബന്ധമായ ഇഷ്യൂസ് അത് കഴിവതും ഞങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ഞങ്ങൾ അവിടെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ
അത് മറ്റുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് അത് വ്യാപിപ്പിക്കണമെന്നുണ്ട്. അത് നാളെ ഞങ്ങളുടെ ഗവർണറും ഡിസ്ട്രിക്ട് ഗവർണറും മറ്റു ഉള്ള ഡിഗ്നറ്ററീസ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കും. ഈ പ്രോജക്റ്റ് നല്ലതാണെങ്കിൽ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്കും അത് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. രണ്ടാമത് ഞങ്ങൾ എടുക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ഷൻ. ഇപ്പോഴത്തെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ വളരെ പ്രൈമറി സ്റ്റേജിലെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 3 ഡോക്ടേഴ്സ് ഉണ്ട്. ഒരാൾ ഗവൺമെന്റ് ഡോക്ടറാണ്. അപ്പം പുള്ളിക്കാരനാണ് ഈ ഇനിഷ്യേറ്റീവ്. അപ്പോൾ പുള്ളി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. പുള്ളി IMA ആയിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അത് ആ ഒരു സെക്കൻഡ് പ്രോജക്റ്റ്. പിന്നെ ആ പ്രോജക്റ്റ് കൂടാതെ ഞങ്ങളുടെ ഇവിടെ ഡിസ്ട്രിക്റ്റിന്റെ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 2 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുക, പിന്നെ മെഡിക്കൽ ക്യാമ്പ്, കുട്ടികൾക്കുള്ള ENT, ഇതെല്ലാം ലയൺസ് ഞങ്ങളുടെ എറണാകുളം 318C ഡിസ്ട്രിക്റ്റിന്റെ പ്രോജക്റ്റുകളാണ്. അതിലും ഞങ്ങൾ ഭാഗമാകുന്നതാണ്. ഡെന്റൽ സ്ക്രീനിങ് പ്രോജക്റ്റുകൾ, പിന്നെ കൃത്രിമ അവയവദാനം, സൗജന്യ ഡയാലിസിസ് തുടങ്ങിയ ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്യുന്ന പ്രോജക്റ്റുകളും കൊച്ചിൻ ബെറിവുഡ്സ് ലയൺസ് ക്ലബിന്റെ സ്വന്തം പ്രോജക്റ്റുകളും നടപ്പിലാക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും